ഹലോ, ഇന്ന് നമ്മൾ ഇതൊക്കെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ക്യാൻ, കുഡ്, ബി ഏബിൾ ടു, മാനേജ് ടു ഇതെല്ലാം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ പോവാട്ടോ. ആദ്യം നമുക്ക് ക്യാൻ വെച്ച് തുടങ്ങാം. ഇതാ ഈ സെൻറ്റൻസസ് നോക്കൂ. എനിക്ക് പാടാൻ കഴിയും. അപ്പോൾ അത് എൻ്റെ ഒരു കഴിവിനെക്കുറിച്ച്, എനിക്ക് എപ്പോഴും ഉള്ള ഒരു എബിലിറ്റിയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുക? ഐ ക്യാൻ സിങ്. പാടുക ടു സിങ് ആണ്. ഞാൻ എഴുതുകയാണ് എനിക്ക് പാടാൻ കഴിയും, അതിനാണ് ക്യാൻ പറയുന്നത്. ഐ ക്യാൻ സിങ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മൾ ഒരിക്കലും ഈ ക്യാൻ കഴിഞ്ഞിട്ട് ടു സിങ് എന്നൊന്നും പറയില്ല കേട്ടോ. ക്യാൻ കഴിഞ്ഞാൽ നേരെ ആ വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ ഒരു കാരണവശാലും ടു എന്ന് പറയരുത്. പിന്നെ അറിയാമല്ലോ, ക്യാൻ സിങ് കഴിഞ്ഞിട്ട് പിന്നെ എസ് ഒന്നും ചേർക്കില്ല കേട്ടോ. ഐ ക്യാൻ സിങ് മാത്രം. ഇനി അവൾക്ക് കാർ ഓടിക്കാൻ കഴിയും. അപ്പോൾ കാർ ഓടിക്കുക എന്നുള്ളതിന് ടു ഡ്രൈവ് എ കാർ എന്ന് പറയും അല്ലേ. ഇവിടെ എന്ത് പറയും? അവളാണ്. അപ്പോൾ ഷീ ക്യാൻ ഡ്രൈവ്. ഞാനിവിടെ ഷോർട്ടായിട്ട് എഴുതാൻ വേണ്ടി ഡ്രൈവ് എ കാർ എന്നൊന്നും എഴുതുന്നില്ല കേട്ടോ. ഷീ ക്യാൻ ഡ്രൈവ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഐ ആണെങ്കിലും ഷീ ആണെങ്കിലും വി ആണെങ്കിലും ദേ ആണെങ്കിലും എല്ലാം നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. ഐ ക്യാൻ സിങ്, ഷീ ക്യാൻ ഡ്രൈവ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എല്ലാം ഈ പറയുന്ന ആളുകൾക്ക്, എനിക്ക് അല്ലെങ്കിൽ അവൾക്കൊക്കെ ഉള്ളൊരു കഴിവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അത് എപ്പോഴും ഉള്ളൊരു കഴിവാണ് അല്ലേ. ഇനി അടുത്ത ഒന്ന് നോക്കൂ. എനിക്ക് നാളെ വരാൻ കഴിയും. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നാളെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാനിവിടെ പറയുകയാണ്. അപ്പോൾ എപ്പോഴും എനിക്ക് വരാൻ കഴിയുന്നല്ല എൻ്റെ അർത്ഥം, എനിക്ക് നാളെ വരാൻ കഴിയും. അങ്ങനെ ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഈ ക്യാൻ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് പറയും? ഐ ക്യാൻ കം നാളെ. അതിനാണ് നമ്മൾ ടുമോറോ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ക്യാൻ കഴിഞ്ഞിട്ട് കം യൂസ് ചെയ്തു, പക്ഷേ അത് നാളെ ഫ്യൂച്ചറിലെ കാര്യം പറയാൻ ക്യാൻ യൂസ് ചെയ്തു എന്നുള്ളതിനുള്ള എക്സാമ്പിളാണ് കേട്ടോ. ഇനി അടുത്ത ഒന്ന് നോക്കൂ. എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഫോട്ടോ എടുക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ്, അയാളിപ്പോൾ കാണുന്നില്ല, ഇപ്പം ഇങ്ങോട്ട് ഇത്തിരി നീങ്ങി നിൽക്കൂ എന്ന് പറയില്ലേ നമ്മൾ പറയുമല്ലോ, ഇപ്പം എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് എപ്പോഴുമുള്ള ഒരു എബിലിറ്റിയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു പ്രത്യേക സമയത്ത് നമുക്കൊരു കാര്യം പറ്റുന്നുണ്ട്, കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. അവിടെയും നമുക്ക് ക്യാൻ യൂസ് ചെയ്യാം. എന്താ പറയുക? ഐ ക്യാൻ, കാണുക എന്നുള്ളതിന് സി അല്ലേ. ഐ ക്യാൻ സീ യു എന്ന് പറയാം. ഐ ക്യാൻ സീ യു, എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നൗ കൂടെ ചേർക്കാമായിരുന്നു. ഐ ക്യാൻ സീ യു നൗ. അപ്പോൾ മനസ്സിലായല്ലോ ക്യാൻ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ഇനി ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ നെഗറ്റീവാക്കി പറയുക? ഇപ്പോൾ എനിക്ക് പാടാൻ കഴിയും, അവിടെ നമുക്ക് കഴിയില്ല എന്ന് പറയണമായിരുന്നെങ്കിൽ നമ്മൾ എന്താ പറയുക? നമ്മൾ ഈ ക്യാനിനെ നെഗറ്റീവ് ആക്കും. അതിലെന്ത് പറയും? ക്യാൻ്റെ കൂടെ നോട്ട് ചേർക്കണം. അപ്പം എങ്ങനെ വരും എന്നറിയാമോ? എങ്ങനെ എഴുതുന്നതെന്നറിയാമോ? ഐ cannot sing. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ cannot എന്നുള്ളത് ഞാൻ രണ്ടായിട്ടല്ല എഴുതിയത്, അത് ചേർത്ത് തന്നെയാണ് എഴുതുന്നത്. ഐ cannot sing. പിന്നെ ഈ cannot എന്നുള്ളത് നമുക്ക് ഷോർട്ട് ഫോം ആക്കി ഇതിന് പകരം can't എന്നും എഴുതാം. ഐ can't sing. അപ്പോൾ നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഐ cannot come എന്ന് പറയില്ല അല്ലേ, ഐ can't come എന്നേ പറയുള്ളൂ. അപ്പോൾ ഷോർട്ട് ഫോം യൂസ് ചെയ്യാൻ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ. അതുപോലെ അവൾക്ക് കാർ ഓടിക്കാൻ കഴിയില്ല എന്ന് പറയണമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? ഷീ കാൺട്ട് ഡ്രൈവ് അല്ലേ. അതായത് ഷീ കൻ നോട്ട് ഡ്രൈവ് ആണ് കേട്ടോ, ഷീ കാൺട്ട് ഡ്രൈവ്. ഇനി എനിക്ക് നാളെ വരാൻ കഴിയില്ല, അവിടെയും നമുക്ക് ഇതേപോലെ തന്നെ കാൺട്ട് പറയാം. ഐ കാൺട്ട് കം ടുമോറോ. കണ്ടില്ലേ? ഇനി എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ട്, അതായത് ഇപ്പോഴേ എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്ത് പറയും? എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നില്ല എന്നാക്കണമെങ്കിൽ ഐ കാൺട്ട് സീ യു. അപ്പോൾ എപ്പോഴും ഉള്ളൊരു കഴിവിനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഇപ്പോൾ തൽക്കാലം ഈ ഒരു സമയത്തുള്ള ഒരു കഴിവിനെക്കുറിച്ച് പറയുകയാണെങ്കിലും നമുക്ക് ഒരേപോലെ ക്യാൻ അല്ലെങ്കിൽ കാൺട്ട് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറയാം ഐ കാൺട്ട് സീ യു, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല, കഴിയുന്നില്ല എന്നാണ് ഇവിടെ അർത്ഥം. ഇപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇനി എങ്ങനെയാണ് ഈ ബി ഏബിൾ ടു യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എവിടെയെല്ലാം ക്യാൻ ഉപയോഗിച്ചോ അവിടെയൊക്കെ നമുക്ക് ബി ഏബിൾ ടുവും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ പറയാം. എനിക്ക് പാടാൻ കഴിയും, അത് നമ്മൾ ഐ ക്യാൻ സിങ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ക്യാൻ
എന്ന് കാണുന്നിടത്ത് നമുക്ക് ബി ഏബിൾ ടു യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ. ഞാൻ പറയുന്നത് ഐ ആം ഏബിൾ ടു സിങ് എന്നാണ്. അപ്പോൾ എന്താ വന്ന മാറ്റം എന്ന് ശ്രദ്ധിച്ചോ? ഈ ക്യാനിന് പകരം ഞാൻ എഴുതിയത് ആം ഏബിൾ ടു എന്നാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ബി ഏബിൾ ടു എന്ന് യൂസ് ചെയ്യാമെന്ന്. പക്ഷേ ഇവിടെ ഐ ബി ഏബിൾ ടു സിങ് എന്നല്ല പറഞ്ഞത്. കാരണം ഈ ബി എന്ന് പറയുന്ന വേർബിന് ആം, ഇസ്, ആർ ഇങ്ങനെ 3 ഫോംസ് ഉണ്ടല്ലോ പ്രസൻറ്റ് ടെൻസിൽ. അപ്പോൾ അതിൽ ഐ കഴിഞ്ഞ് ആം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഐ ആം ഏബിൾ ടു സിങ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഷീ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അവിടെയും നമുക്ക് ഈ ക്യാനിന് പകരം ബി ഏബിൾ ടു യൂസ് ചെയ്യാം. അപ്പം എങ്ങനെ വരും? ഷീ ആണല്ലോ, അപ്പം എന്താ ഉപയോഗിക്കുക? ഇസ്. ഷീ ഇസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഷീ ഇസ് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ്. കണ്ടോ? അപ്പോൾ ഇവിടെ ക്യാനിന് പകരം ഐ ആം ഏബിൾ ടു, ഇവിടെ ഷീ കഴിഞ്ഞ ക്യാനിന് പകരം ഷീ ഇസ് ഏബിൾ ടു. മനസ്സിലായല്ലോ? ഇനി വി ക്യാൻ സീ യു, ഞങ്ങൾക്ക് നിന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയും ബി ഏബിൾ ടു യൂസ് ചെയ്യാം. അപ്പോൾ എന്താണ് നമ്മൾ പറയുക? വി ഇതിന് പകരം കേട്ടോ, വി ആർ ഏബിൾ ടു സീ യു എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായോ? ഇവിടെ വി ആയതുകൊണ്ട് ആം, ഇസ് ഒന്നും പറ്റില്ല, ആർ യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ബി ഏബിൾ ടു യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഐ കഴിഞ്ഞ് ആം, ഷീ, ഹി ഒക്കെ കഴിഞ്ഞ് ഇസ്, വി, യു, ദേ ഒക്കെ കഴിഞ്ഞാണെങ്കിൽ ആർ. അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഐ ക്യാൻ കം ടുമോറോ. അപ്പോൾ ഇവിടെ നാളത്തെ കാര്യമാണ് പറയുന്നത്. ഇവിടെയും നമുക്ക് ബി ഏബിൾ ടു യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഫ്യൂച്ചറിലെ കാര്യം പറയുന്നത് കൊണ്ട് അവിടെ സെൻറ്റൻസ് വരിക ഐ വിൽ ബി ഏബിൾ ടു കം ടുമോറോ എന്നാണ്. മനസ്സിലായോ? കാരണം ഫ്യൂച്ചർ ആയതുകൊണ്ട് നമുക്ക് വിൽ യൂസ് ചെയ്യണം. അപ്പോൾ ഐ വിൽ ബി ഏബിൾ ടു കം, അവിടെ നമുക്ക് ഐ ക്യാൻ ബി ഏബിൾ ടു കം എന്ന് പറയില്ല. ക്യാൻ മാറ്റിയിട്ട് നമ്മൾ വിൽ ബി ഏബിൾ ടു കം എന്ന് യൂസ് ചെയ്യുന്നു. ഇപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയാണ് ബി ഏബിൾ ടു നമ്മൾ ഉപയോഗിക്കുന്നതെന്ന്. പിന്നെ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഐ ആം ഏബിൾ ടു സിങ്, അപ്പോൾ അവിടെ എന്താണ് നമ്മൾ നെഗറ്റീവ് ആക്കാൻ ഉപയോഗിക്കുക? നോട്ട് ചേർക്കണ്ടേ? എവിടെയാണ് നമ്മളിത് ചേർക്കുക? നമ്മൾ പറയുന്നത് ഐ ആം നോട്ട് ഏബിൾ ടു സിങ് എന്നാണ്. എനിക്ക് പാടാൻ കഴിയില്ല എന്ന് പറയാൻ ഐ ആം നോട്ട് ഏബിൾ ടു സിങ്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും, അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് പറയണമെങ്കിൽ മുൻപ് നമ്മൾ ഷീ കാൺ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഷീ ഈസ് നോട്ട് ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ മതി. അതായത് ഈ നോട്ട് നമ്മളിവിടെ ഇസ് കഴിഞ്ഞിട്ട് ചേർക്കുന്നു. വി ആർ ഏബിൾ ടു സീ യു, നെഗറ്റീവ് ആക്കാൻ വി ആർ നോട്ട് ഏബിൾ ടു സീ യു. ഐ വിൽ ബി ഏബിൾ ടു കം ടുമോറോ, നെഗറ്റീവ് ആക്കാൻ ഐ വിൽ നോട്ട് ബി ഏബിൾ ടു കം ടുമോറോ, അതായത് ഐ വോണ്ട് ബി ഏബിൾ ടു കം ടുമോറോ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ക്യാൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഈ ബി ഏബിൾ ടു യൂസ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി എങ്ങനെയാണ് ഈ ക്യാനിൻ്റെ പാസ്റ്റ് ഫോമായ കുഡ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. പണ്ട് എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമായിരുന്നു, അതായത് പാസ്റ്റിൽ എനിക്ക് അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരുമ്പോൾ നമ്മൾ ഈ ക്യാനിൻ്റെ പാസ്റ്റ് ഫോമായ കുഡാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ പാടാൻ കഴിയും എന്ന് പറയാൻ ഐ ക്യാൻ സിങ് എന്ന് പറയും അല്ലേ. പക്ഷേ ഇത് നോക്കൂ, എനിക്ക് ചെറുപ്പത്തിൽ പാടാൻ കഴിയുമായിരുന്നു, പണ്ടത്തെ കാര്യമാണ്. അപ്പോൾ അവിടെ നമ്മൾ ക്യാനിന് പകരം കുഡ് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ എഴുതുന്നത് ഐ കുഡ് സിങ് എപ്പോൾ? വെൻ ഐ വാസ് യങ്. കണ്ടോ? ഐ കുഡ് സിങ് വെൻ ഐ വാസ് യങ്. പക്ഷേ മുൻപ് നമ്മൾ ഓർമ്മയുണ്ടല്ലോ, ഈ ക്യാനിന് പകരം ബി ഏബിൾ ടു യൂസ് ചെയ്തില്ലേ, അതേപോലെ കുഡിന് പകരവും ബി ഏബിൾ ടു യൂസ് ചെയ്യാം. പക്ഷേ ബി ഏബിൾ ടുവിൻ്റെ പാസ്റ്റ് ഫോം ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഐ കുഡ് സിങ്, അതിന് പകരം നിങ്ങൾ എന്തായിരിക്കും എഴുതുന്നത്? ബി ഏബിൾ ടു യൂസ് ചെയ്ത് ഐ വാസ് ഏബിൾ ടു സിങ് എന്ന് വേണം ഇവിടെ പറയാൻ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? വാസ് ആണ് വന്നത്, ബിക്ക് പകരം വാസ്. കാരണം ഈ ബിയുടെ പാസ്റ്റ് ഫോംസ് വാസും വേറുമാണ്. ഇവിടെ ഐ ആയതുകൊണ്ട് ഐ വാസ് ഏബിൾ ടു സിങ് വെൻ ഐ വാസ് യങ്ങർ എന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഫോം എങ്ങനെ യൂസ് ചെയ്യും? എളുപ്പമല്ലേ? ഐ കുഡ് സിങ്, അതിന് പകരം ഐ കുഡ് നോട്ട് സിങ് എന്ന് പറയും. അപ്പോൾ നമുക്ക് എഴുതേണ്ടത് കഴിയുമായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ എന്താണ് ഇംഗ്ലീഷിൽ വരിക എന്നാണ് കേട്ടോ. അപ്പോൾ കഴിയുമായിരുന്നില്ല, അവിടെ നമ്മൾ പറയുന്നത് ഐ കുഡ് നോട്ട് സിങ്.
ഐ കുഡ് നോട്ട് സിങ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ couldn't എന്ന ഷോർട്ട് ഫോം യൂസ് ചെയ്യാം. കണ്ടോ, couldn't, could not അല്ലെങ്കിൽ couldn't. അല്ലെങ്കിൽ ഐ വാസ് ഏബിൾ ടു സിങ് എന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക? ഇവിടെ ഒരു നോട്ട് ചേർത്താൽ മതി. ഐ വാസ് നോട്ട് ഏബിൾ ടു സിങ്. അങ്ങനെയും നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ് ഫോം ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിവിടെ പറയുന്നത് പണ്ട് നമുക്ക് ഇങ്ങനൊരു കഴിവ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ വരുമ്പോഴാണ് കുഡ് അല്ലെങ്കിൽ couldn't, വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വാസൻറ്റ് ഏബിൾ ടു എന്നൊക്കെ പറഞ്ഞത്. ഇതുപോലെ ഒരു സെൻറ്റൻസ് കൂടെ നമുക്ക് നോക്കാം. ഇതാ ഈ സെൻറ്റൻസ് നോക്കൂ. അയാൾക്ക് പല ഭാഷകൾ സംസാരിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ പാസ്റ്റിലുള്ള ഒരു എബിലിറ്റിയെക്കുറിച്ചല്ലേ പറയുന്നത്. കുഡ് യൂസ് ചെയ്യണമല്ലോ. അപ്പോൾ ഹീ വെച്ച് തുടങ്ങണം. ഹീ കുഡ്. ഇനി ഭാഷകൾ സംസാരിക്കുന്ന കാര്യമായതുകൊണ്ട് സ്പീക്ക് എന്നാണ് പറയുക. ഹീ കുഡ് സ്പീക്ക് മെനി ലാംഗ്വേജസ്. മനസ്സിലായല്ലോ, ഹീ കുഡ് സ്പീക്ക് മെനി ലാംഗ്വേജസ്. ഇനി ഇതും നമുക്ക് ഏബിൾ ടു യൂസ് ചെയ്ത് പറയാം. അപ്പോൾ എന്താ വരിക? ഹീ വാസ് ഏബിൾ ടു സ്പീക്ക് മെനി ലാംഗ്വേജസ് എന്നാണ് ഇവിടെ വരുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഹീ ആണ്, ഒരാളായതുകൊണ്ട് വാസ് തന്നെ യൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വി ആയിരുന്നെങ്കിലോ നമ്മൾ പറയുക വി വേർ ഏബിൾ ടു സ്പീക്ക് എന്നായിരിക്കും. വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നെഗറ്റീവ് ആക്കുക? ഒന്നില്ലെങ്കിൽ നമുക്കിവിടെ നോട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നോട്ട് ആഡ് ചെയ്യാം. ഹി കുഡ് നോട്ട് സ്പീക്ക് മെനി ലാംഗ്വേജസ്, ഹി കുഡൻറ്റ് സ്പീക്ക്, അല്ലെങ്കിൽ ഹി വാസ് നോട്ട് ഏബിൾ ടു സ്പീക്ക് മെനി ലാംഗ്വേജസ്, അങ്ങനെയും പറയാം. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കണ്ടത് നമുക്ക് ഒരു കാര്യം പാസ്റ്റിൽ ചെയ്യാൻ കഴിവുണ്ടായിരുന്നു, ആ ഒരു ജനറൽ എബിലിറ്റി പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതാണ്. പക്ഷേ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒക്കേഷനിൽ, ഒരു പ്രത്യേക സമയത്ത് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ കഴിയുമായിരുന്നു, കഴിയുമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഇനി കഴിഞ്ഞില്ല, അത് ചെയ്യാൻ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല, അല്ലെങ്കിൽ കഴിഞ്ഞു എന്നൊക്കെ എങ്ങനെയാണ് പറയുന്നതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ സെൻറ്റൻസ് കാണാമല്ലോ. അവൾക്ക് സമയത്ത് എത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇതിനർത്ഥം അവൾക്ക് പാസ്റ്റിൽ ഇങ്ങനെ സ്ഥിരമായിട്ടൊരു കഴിവുണ്ടായിരുന്നു എന്നല്ലല്ലോ. ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ആ ഒരു ഒക്കേഷനിൽ അവൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയേണ്ടി വരുമ്പോൾ നമ്മൾ കുഡ് യൂസ് ചെയ്യില്ല. അതിന് പകരം ബി ഏബിൾ ടുവിൻ്റെ പാസ്റ്റ് ഫോമായ വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വേർ ഏബിൾ ടു യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ അവളെക്കുറിച്ചല്ലേ പറയുന്നത്, അതുകൊണ്ട് ഷീ എന്ന് പറഞ്ഞല്ലേ തുടങ്ങുക. എന്താ പറയുക? ഷീ ആയതുകൊണ്ട് തന്നെ വാസ് വരണം അല്ലേ. അപ്പോൾ ഷീ വാസ് ഏബിൾ ടു റീച്ച് ഓൺ ടൈം. ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളതിന് റീച്ച് എന്ന് പറയാം. അപ്പോൾ റീച്ച് ഓൺ ടൈം, സമയത്ത് എത്താൻ കഴിഞ്ഞു. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നെഗറ്റീവ് ആക്കാൻ പറ്റും? അവൾക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ അവിടെ വേണമെങ്കിൽ കുഡൻറ്റും യൂസ് ചെയ്യാം. ഷീ കുഡൻറ്റ് റീച്ച് ഓൺ ടൈം, അല്ലെങ്കിൽ ഷീ വാസൻറ്റ് ഏബിൾ ടു റീച്ച് ഓൺ ടൈം എന്ന് പറയാം. ഞാൻ ഇവിടെ എഴുതുകയാണേ. ഇത് നമുക്ക് നെഗറ്റീവ് ആക്കാം. ഷീ വാസൻറ്റ് ഏബിൾ ടു റീച്ച് ഓൺ ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ ഷീ കുഡൻറ്റ് റീച്ച് ഓൺ ടൈം എന്നും പറയാം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഒരു കാര്യം ആ ഒരു സമയത്ത് ചെയ്യാൻ സാധിച്ചു എന്ന് പറയേണ്ടി വരുമ്പോൾ നമ്മൾ വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വേർ ഏബിൾ ടു എന്ന് തന്നെ പറയണം. പക്ഷെ അത് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കുഡിൻറ്റ് അല്ലെങ്കിൽ വാസൻറ്റ് ഏബിൾ ടു, ഏത് വേണമെങ്കിലും പറയാം. ഇനി വേറൊരെണ്ണം കൂടെ പറയാം. എനിക്ക് അവളെ സഹായിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എപ്പോഴും എനിക്കങ്ങനെ സഹായിക്കാൻ കഴിവുണ്ടായിരുന്നു എന്നൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമയത്ത് എന്തുകൊണ്ടും എനിക്കങ്ങനെ കഴിഞ്ഞു. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഞാൻ പറയുക? ഐ വാസ് ഏബിൾ ടു ഹെൽപ്പ് ഹെർ എന്നാണ് പറഞ്ഞത്. കണ്ടോ, ഐ വാസ് ഏബിൾ ടു, ഐ കുഡ് ഹെൽപ്പ് ഹെർ എന്നവിടെ പറയുന്നില്ല. ഐ വാസ് ഏബിൾ ടു ഹെൽപ്പ് ഹെർ. പക്ഷെ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഐ വാസൻറ്റ് ഏബിൾ ടു ഹെൽപ്പ് ഹെർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ കുഡൻറ്റ് ഹെൽപ്പ് ഹെർ എന്നും പറയാം. മനസ്സിലായല്ലോ. ഒരു പ്രത്യേക കാര്യം അന്ന് അങ്ങനെ ചെയ്യാൻ സാധിച്ചു എന്ന് പറയാൻ ബി ഏബിൾ ടുവിൻ്റെ പാസ്റ്റ് ഫോം യൂസ് ചെയ്യണം, അവിടെ കുഡ് യൂസ് ചെയ്യരുത്. പക്ഷെ അന്ന് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ കുഡിൻറ്റോ അല്ലെങ്കിൽ വാസൻറ്റ് ഏബിൾ ടു, വേറിൻറ്റ് ഏബിൾ ടു എന്നൊക്കെ പറയാം.
ക്ലിയർ ആയല്ലോ? ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ മലയാളത്തിൽ, ഒരു കണക്കിന് അത് ചെയ്യാൻ സാധിച്ചു, ഒരു വിധത്തിൽ അത് ചെയ്യാൻ സാധിച്ചു എന്നൊക്കെ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം. ഞാൻ പറയാണ്, എനിക്ക് ഒരു കണക്കിന് സമയത്തെത്താൻ കഴിഞ്ഞു എന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ ഞാനൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലേ, കുറച്ച് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് ഒരു കണക്കിന് സമയത്തെത്താൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥം ഇംഗ്ലീഷിൽ കിട്ടാൻ നമ്മൾ മാനേജ് ടു എന്നൊരു ഫ്രേസ് അവിടെ യൂസ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ പറയുക? ഐ മാനേജ്ഡ് ടു റീച്ച് ഓൺ ടൈം. ഐ മാനേജ്ഡ് ടു റീച്ച് ഓൺ ടൈം. ഒരു വിധത്തിൽ, ഒരു കണക്കിന് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്നാണ് നമ്മൾ പറയുന്നത്. വേറൊരു സെൻറ്റൻസ് ഞാൻ കാണിക്കാം. അവൾക്ക് ഒരു വിധത്തിൽ ജയിക്കാൻ കഴിഞ്ഞു. അത് നമ്മളെങ്ങനെ പറയും? ഷീ മാനേജ്ഡ് ടു പാസ്. ജയിക്കാൻ കഴിഞ്ഞു എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഷീ മാനേജ്ഡ് ടു പാസ്. അപ്പോൾ ഇതും നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പാസ്റ്റിൽ നടന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാനാണ്. പക്ഷെ അവിടെ നമ്മളൊരു കാര്യം ചെയ്യാൻ അങ്ങേയറ്റം ശ്രമിച്ചു, എന്നിട്ട് ഒരു കണക്കിന് അത് ചെയ്യാൻ സാധിച്ചു എന്ന് പറയേണ്ടി വരുമ്പോഴാണ് ഈ മാനേജ് ടു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നെഗറ്റീവ് നമ്മളെങ്ങനെ പറയും? ഇപ്പോൾ ഇവിടെ എനിക്ക് പറയണമായിരുന്നു, എനിക്ക് സമയത്തെത്താൻ കഴിഞ്ഞില്ല എന്ന്. അപ്പോൾ കഴിഞ്ഞില്ല എങ്ങനെ? ഞാൻ കുറേ ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ പറയുക ഇതിൻ്റെ നെഗറ്റീവ്, ഐ ഡിഡിൻറ്റ് മാനേജ് ടു എന്ന് പറയണം. ഐ ഡിഡിൻറ്റ് മാനേജ് ടു റീച്ച് ഓൺ ടൈം എന്നാണ് അവിടെ വരിക. കാരണം മാനേജ് ടു പാസ്റ്റ് അല്ലേ, അതിന് നെഗറ്റീവ് ഫോം ചെയ്യാൻ ഡിഡിൻറ്റ് മാനേജ് ടു, ഡിഡിൻ കഴിഞ്ഞിട്ട് പിന്നെ ഡി ഇല്ല കേട്ടോ ഇവിടെ, ഡിഡിൻറ്റ് മാനേജ് ടു റീച്ച്. അതുപോലെ ഇതിൻ്റെ നെഗറ്റീവ് നമ്മൾ എങ്ങനെ എഴുതുക? ഷീ ഡിഡിൻറ്റ് മാനേജ് ടു പാസ്. കണ്ടോ, ശ്രമിച്ചു പാസ്സാകാൻ, ജയിക്കാൻ കുറേ ശ്രമിച്ചു, പക്ഷെ പാസ്സായില്ല. അപ്പോൾ ഡിഡിൻ ചേർക്കണം, എന്നിട്ട് ഇവിടുത്തെ ഈ ഡി മാനേജ്ഡ് എന്നുള്ള പാസ്റ്റ് ഡി ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റുകയാണ്. ഷീ ഡിഡിൻ മാനേജ് ടു പാസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്യാൻ, കുഡ്, ബി ഏബിൾ ടുവിൻ്റെ പല ഫോംസ്, പിന്നെ മാനേജ് ടു, ഇതെല്ലാം ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ അതെന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അധികം താമസിയാതെ ഇതുപോലെ വേറൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.